അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വാട്ട് എവർ ദി ആക്ച്വൽ വാല്യൂ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി വോൾട്ടേജ് വോൾട്ടേജ് ബൈ ടേൺ ഈസ് എ കോൺസ്റ്റൻറ്റ്, അതായത് ഇസ് ദ സെയിം ഫോർ ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ്. നമുക്ക് പ്രൈമറിയിൽ കൊടുക്കുന്നതോ അല്ലെങ്കിൽ സെക്കൻഡറിയിൽ നിന്ന് എടുക്കുന്നതോ ആയ വോൾട്ടേജിൻ്റെ വാല്യൂ എത്ര തന്നെയാണെന്നുണ്ടെങ്കിലും പ്രൈമറിയിലുള്ള വോൾട്ടേജ് ഡിവൈഡ് ബൈ ടേൺ എന്ന് പറയുന്നത് സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ബൈ ടേണിന് ഈക്വൽ ആയിരിക്കും. നമ്മളിപ്പോൾ നേരത്തെ എടുത്ത എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ പ്രൈമറി വോൾട്ടേജ് ബൈ ടേൺ എന്ന് പറയുന്നത് എത്രയാണ്? പ്രൈമറി വോൾട്ടേജ് 200 ആയിരുന്നു, ടേൺസ് എന്ന് പറയുന്നത് 100 ആയിരുന്നു. അപ്പോൾ ആ റേഷ്യോ എന്ന് പറയുന്നത് 2 വോൾട്ടാണ്. അതുപോലെ തന്നെ സെക്കൻഡറി വോൾട്ടേജ് ടേൺ എന്ന് പറയുന്നത് 1200 ഡിവൈഡ് ബൈ 600, അതും 2 തന്നെയാണ്. അപ്പം രണ്ട് വാല്യൂവും ഈക്വലാണ്. ഓക്കെ, അടുത്തത് ട്രാൻസ്ഫോമർ ഇമ്പിഡൻസ്. ഇമ്പിഡൻസ് എന്താണെന്ന് നമുക്കറിയാമായിരിക്കും. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഇമ്പിഡൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്നത് കോയിൽസാണ്, അതായത് വൈൻഡിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ കോയിലിന് സ്വാഭാവികമായിട്ടും അതിന് ഡി സി കറണ്ട് കൊടുത്താൽ അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ AC കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനൊരു ഇമ്പിഡൻസ് ഉണ്ട്. ആ ഇമ്പിഡൻസിൻ്റെ വാല്യൂ സപ്പോസ് പ്രൈമറി വൈൻഡിങ്സിൻ്റെ റെസിസ്റ്റൻസ് R1ഉം അതുപോലെ തന്നെ അതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പ്രൈമറി വൈൻഡിങ്സിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് X1ഉം ആണെന്നുണ്ടെങ്കിൽ പ്രൈമറി ഇമ്പിഡൻസ് എന്ന് പറയുന്നത് Z1 = √R1² + X1². ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ ഞാൻ തന്നെ AC പഠിപ്പിക്കും. അപ്പോൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പോൾ അതാണ് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ. Z1 = √R1² + X1² എന്നുള്ളതാണ് പ്രൈമറി ഇമ്പിഡൻസ്. അതുപോലെ തന്നെ സെക്കൻഡറി ഇമ്പിഡൻസ്, അവിടെ സെക്കൻഡറിയുടെ റെസിസ്റ്റൻസ് R2ഉം അതുപോലെ തന്നെ റിയാക്റ്റൻസ് X2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡറി ഇമ്പിഡൻസ് Z2 = √R2² + X2² എന്ന് എഴുതാം. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഇമ്പിഡൻസിൻ്റെ വാല്യൂ നമ്മൾ നോക്കണ പോയിൻറ്റിനനുസരിച്ച് മാറും. അതായത് നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നതിനനുസരിച്ച് മാറും. ഫോർ എക്സാമ്പിൾ, വെൻ Z2 ഈസ് വ്യൂഡ് ഫ്രം പ്രൈമറി, നമ്മൾ സെക്കൻഡറി കോയിലിലെ ഇമ്പിഡൻസ് പ്രൈമറി സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Z2ന് ഡിഫറൻ്റ് ആയിട്ടുള്ള വാല്യൂ. ദാറ്റ് ഈസ് ഇറ്റ് അസ്യൂംസ് എ വാല്യൂ Z2' ആൻഡ് which is equal to Z2 divided by K², ടേൺ റേഷ്യോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോയിൽ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ സെക്കൻഡറിയുടെ റിയാക്റ്റൻസ് പ്രൈമറി സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് Z2 divided by K². അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൈമറിയുടെ ഇമ്പിഡൻസ് Z1 സെക്കൻഡറിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Z1' എന്ന് പറയുന്നൊരു വാല്യൂ ആയിരിക്കും. അതിൻ്റെ വാല്യൂ = K² × Z1, K² ആയിരിക്കും. അപ്പോൾ അതാണ് ആ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഇമ്പിഡൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ നോക്കുന്ന സൈഡിനനുസരിച്ച് ഇതിൻ്റെ വാല്യൂ മാറും ബൈ എ ഫാക്ടർ K². വാല്യൂവിൻ്റെ അനുസരിച്ച് നമ്മുടെ വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോയുടെ വാല്യൂവിനനുസരിച്ച് ഇമ്പിഡൻസിൻ്റെ വാല്യൂ നമ്മൾ നോക്കുന്ന പോയിൻറ്റിനനുസരിച്ച് മാറും. Z2 നമ്മൾ സെക്കൻഡറിയുടെ ഇമ്പിഡൻസ് പ്രൈമറിയിൽ നിന്ന് നോക്കുമ്പോൾ Z2 divided by K² ആയിട്ടും അതുപോലെ തന്നെ Z1 വാല്യൂ സെക്കൻഡറിയിൽ നിന്ന് നോക്കുമ്പോൾ K² × Z1 എന്നുള്ള വാല്യൂയിലേക്ക് മാറും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിന് ഇങ്ങനെ ഒരു ഇമ്പിഡൻസിൻ്റെ വ്യൂ പോയിൻ്റ് മാറുന്നതനുസരിച്ച് ഇമ്പിഡൻസിൻ്റെ വാല്യൂ മാറുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്പിഡൻസ് മാച്ചിങ്ങിൽ ഉപയോഗിക്കുക. അതൊക്കെ നമ്മൾ ഇനി ട്രാൻസിസ്റ്ററും ഒക്കെ പഠിക്കും. അടുത്ത ചാപ്റ്ററിലൊക്കെ വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കും. അപ്പോൾ നിങ്ങൾ ഇമ്പിഡൻസ് മാച്ചിങ് ഇപ്പോൾ നിങ്ങൾക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല, നമ്മളെവിടെയെങ്കിലുമൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിന് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഞാൻ പ്രോബ്ലംസ് നിങ്ങൾക്ക് അസൈൻമെൻറ്റായിട്ട് ക്ലാസ് റൂമിൽ ഇട്ട് തരാം. നിങ്ങളൊന്ന് സോൾവ് ചെയ്ത്
ക്ലാസ് റൂമിൽ തന്നെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. ഓക്കെ.